ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ട് ഞാൻ കറണ്ട് അഫയേഴ്സ് ഒക്കെ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ ക്ലാസ് കാണാൻ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ തുടങ്ങാലോ. NHAIയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അൽക്ക ഉപാധ്യായ. ആരാണ് അൽക്ക ഉപാധ്യായ? NHAI എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായിട്ട് ചോദിക്കുകയാണെങ്കിൽ അൽക്ക ഉപാധ്യായ. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോ, ഹൈവേയിലൊക്കെ കുറേ ഇങ്ങനെ ആൾക്കാരുണ്ടാവും, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്തത് ONGCയുടെ മേധാവിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? അൽക്ക മിത്തലാണ്. ONGC എന്ന് പറഞ്ഞാൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ്, ഓയിലാണ് അല്ലേ. അപ്പോൾ ഓയിലൊക്കെ നമ്മുടെ ഡ്രസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അലക്കേണ്ടി വരുന്നൊക്കെ ഓർത്താൽ പോരെ, അതും അൽക്ക തന്നെയാണ് കേട്ടോ, അൽക്ക മിത്തലാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മുടെ കാറിനകത്തുള്ള ഓയിലൊക്കെ കാണിക്കുന്നത് എവിടെയായിരിക്കും? മീറ്ററിലായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് മിത്തലുമായിട്ടും കൂടെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് തമ്മിൽ നമുക്ക് മാറിപ്പോവും. ഓക്കെ, അപ്പോൾ ONGCയുടെ മേധാവിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അൽക്ക മിത്തൽ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കരസേനയുടെ മേധാവിയായിട്ട് നിയമിതനാകുന്നത് ആരാ? മനോജ് പാണ്ഡെ. മനോജ് പാണ്ഡെ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ചോദിക്കുകയാണെങ്കിൽ VK ത്രിപാഠിയാണ്. നമ്മൾ പറഞ്ഞിരുന്നു റെയിൽവേ ബോർഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ട്രെയിൻ ആലോചിക്കുക, ട്രെയിനിനകത്ത് കയറണമെങ്കിൽ ഒരു 3 പടിയുണ്ട്, 3 പടിയുണ്ട്, അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. VK ത്രിപാഠി. അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് വീണ്ടും നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണ്? ഷാജി N കരുൺ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് വീണ്ടും നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണ്? ഷാജി N കരുൺ. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? മധുപാലാണ് കേട്ടോ. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? മധുപാൽ. നമ്മൾ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? ക്ഷേമം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്ഷേമമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പാലൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. മധുപാലാണ് കേട്ടോ. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണായിട്ട് നിയമിതയായിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ KC റോസക്കുട്ടിയാണ്. അപ്പോൾ ഓർമ്മ കിട്ടുന്നുണ്ടോ? നമ്മൾ വനിതാ വികസന കോർപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ വനിത വികസിക്കുന്ന എപ്പോഴായിരിക്കും? വണ്ണം വയ്ക്കുന്ന എപ്പോഴായിരിക്കും? വയറ്റിൽ കുട്ടി ഉണ്ടാകുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ KC റോസക്കുട്ടി എന്നുള്ളതൊക്കെ പഠിച്ചിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഓർത്ത് വെച്ചേക്കുക, വനിതാ കമ്മീഷൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ, വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സതീദേവിയാണ് കേട്ടോ. അടുത്ത് നോക്കാം. 2022 ISRO വിക്ഷേപിക്കുന്ന സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപകരണം ഏതാ? ആദിത്യ L1. 2022 ISRO വിക്ഷേപിക്കുന്ന സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപകരണം ചോദിക്കുകയാണെങ്കിൽ ആദിത്യ L1. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ചാലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അയ്യപ്പൻ പിള്ളയുടെ ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ചാലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അയ്യപ്പൻ പിള്ളയുടെ ആണ്. അപ്പോൾ ഈ അടുത്ത് അന്തരിച്ചിട്ടുള്ള ഒരു മഹാനാണ്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയും മുതിർന്ന അഭിഭാഷകനുമാണ് അയ്യപ്പൻ പിള്ള എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. അടുത്ത് നോക്കാം. ഫിലാറ്റലി ദിനത്തോടനുബന്ധിച്ച് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചിത്രവും സ്റ്റാമ്പ് പതിച്ച തപാൽ കവറുമാണ് ചങ്ങനാശ്ശേരി തപാൽ ഡിവിഷൻ പുറത്തിറക്കിയിട്ടുള്ളത്? ആരുടെയാണ്? അക്കാമ ചെറിയാൻ കേട്ടോ. അടുത്ത് നമുക്ക് മത്സ്യവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പദ്ധതികളും നോക്കാം. ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ മത്സ്യഫെഡ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അന്തിപ്പച്ച. ഗുണമേന്മയാണ് കേട്ടോ. ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ മത്സ്യഫെഡ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? അന്തിപ്പച്ച. അപ്പോൾ നമ്മൾ പറയില്ലേ പച്ച മീൻ, നല്ല പച്ച മീനൊക്കെ ആണെങ്കിൽ നല്ല ഗുണം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അന്തിപ്പച്ചയാണ്. അടുത്തത് മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള പെൺമക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതി ഏതാ? തീരാ നൈപുണ്യ. ഏതാണ്? തീരാ നൈപുണ്യ. മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള പെൺമക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് തീരാ നൈപുണ്യം. തീരെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മത്സ്യമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. നൈപുണ്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഭ്യസ്ത വിദ്യരായിട്ടുള്ള അതുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ കേട്ടോ. അപ്പോൾ തെറ്റിപ്പോണ്ട. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമുദ്ര പുനരധിവാസ പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പുനർഗേഹമാണ്. പുനർഗേഹം. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമുദ്ര പുനരധിവാസ പദ്ധതിയാണ്. പുനരധിവാസ പദ്ധതിയാണ്. പുതിയ വീടൊക്കെ വെച്ചു കൊടുക്കും. ഗേഹം എന്നൊക്കെ പറഞ്ഞ വീടാണ് കേട്ടോ. അപ്പോൾ പുനർഗേഹം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പഴകിയ മത്സ്യം പിടിച്ചെടുക്കുന്നതിനായിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ സാഗർ റാണി. ഏതാണ്? ഓപ്പറേഷൻ സാഗർ റാണി. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് പറയാം. ഗുണമേന്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അന്തിപ്പച്ചയാണ് കേട്ടോ. ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ മത്സ്യഫെഡ് ആരംഭിച്ച പദ്ധതി അന്തിപ്പച്ച. മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള പെൺമക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതി ഏതാണ്? തീരാ നൈപുണ്യ. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമുദ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? പുനർഗേഹമാണ്. പഴകിയ മത്സ്യം പിടിച്ചെടുക്കുന്നതിനായിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ സാഗർ റാണി. അടുത്ത് നോക്കാം. ഓൺലൈനിലൂടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അനുമതി നൽകിയിട്ടുള്ള ആദ്യ ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ് കേട്ടോ. ഇന്ത്യയുടെ
മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരന്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ഏതാ? രാമസേതു. ഏതാണ്? രാമസേതു. ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരന്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറക്കിയുള്ള സിനിമ ഏതാണ്? രാമസേതു. കർഷകർക്കും തൊഴിലാളികൾക്കും 10 രൂപ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കാനായിട്ട് അടൽ കിസാൻ മസ്ദൂർ ക്യാൻറ്റീൻ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാ? ഹരിയാനയാണ്. അപ്പോൾ കർഷകർക്കും തൊഴിലാളികൾക്കും 10 രൂപ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കാനായിട്ട് അടൽ കിസാൻ മസ്ദൂർ ക്യാൻറ്റീൻ ആരംഭിച്ചുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഹരിയാന. അപ്പോൾ കർഷകർക്കൊക്കെ അരി കൊടുത്തു എന്നോ ക്യാൻറ്റീനിൽ അരി കൊടുത്തു എന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏതാണ്? ഹരിയാനയാണ് കേട്ടോ. അടുത്ത് നോക്കാം, കേരളത്തിലെ ആദ്യ ട്രൈബൽ താലൂക്ക് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അട്ടപ്പാടിയാണ്. കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ് ലാപ്ടോപ്പ് ഏതാ? കൊക്കോണിക്സ് ആണ് കേട്ടോ. ഏതാണ്? കൊക്കോണിക്സ് ആണ്. കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ? എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? 23ാമത്തെ മുഖ്യമന്ത്രിയാണ്. അതേപോലെ തന്നെ 12ാമത്തെ വ്യക്തിയാണ്. നമ്മൾ പറഞ്ഞിരുന്നു വ്യക്തി 12, എത്രാമത്തെ മുഖ്യമന്ത്രിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 23ാമത്തെയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു സീരീസ് പോലെ ആലോചിക്കുക. 1, 2 കഴിഞ്ഞിട്ട് 2, 3 അതിന്റെ കണ്ടിന്യൂഷൻ നല്ല രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്രാവശ്യം നടന്നിട്ടുള്ളത് 15ാമത്തെ നിയമസഭയാണ്. ഈ നിയമസഭയിനകത്ത് ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ PJ ജോസഫാണ്. അതേപോലെ തന്നെ പ്രായം കുറഞ്ഞിട്ടുള്ള വ്യക്തി ചോദിക്കുകയാണെങ്കിൽ സച്ചിൻ ദേവാണ്. അതേപോലെ തന്നെ 2021 മെയ് 20-നാണ് മന്ത്രിസഭ അധികാരം ഏറ്റതെന്നും കൂടെ ഓർത്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം, കേരളത്തിലെ സമ്പൂർണ്ണ രക്തദാന ജില്ല ഏതാണ്? പാലക്കാടാണ്. അപ്പോൾ രക്തം എന്നൊക്കെ പറയുമ്പോൾ പലതരത്തിലുള്ള രക്തം ഉണ്ടാവും അല്ലേ? പല ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. കേരളത്തിലെ സമ്പൂർണ്ണ രക്തദാന ജില്ല ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ പാലക്കാട്. ഇത് നോക്കാം, 2020-2021 കേരള ബഡ്ജറ്റിന്റെ കവർ പേജ് ചിത്രം എന്തായിരുന്നു? വെടിയേറ്റ് വീണ ഗാന്ധിയാണ് കേട്ടോ. 2020-2021 കേരള ബഡ്ജറ്റിന്റെ കവർ പേജ് ചിത്രം എന്താണ്? വെടിയേറ്റ് വീണ ഗാന്ധി. 2021 സാഹിത്യ മ്യൂസിയം നിലവിൽ വന്ന ജില്ല കോട്ടയം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2021 സാഹിത്യ മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ കോട്ടയമാണ്. അപ്പോൾ നമ്മൾ കോട്ടയത്തിലൊക്കെ നമ്മൾ പറയില്ലേ ഇങ്ങനെ അച്ചടി ഭാഷ എന്നൊക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് സാഹിത്യവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 2021 സാഹിത്യ മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ കോട്ടയമാണ്. വയോജനങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കും മരുന്ന് വീട്ടിലെത്തിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്. കാരുണ്യ അറ്റ് ഹോം. ഓക്കെ, വയോജനങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കും മരുന്ന് വീട്ടിലെത്തിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? കാരുണ്യ അറ്റ് ഹോം. അടുത്ത പോയിന്റ് നോക്കാം, 2021 മിസ് യൂണിവേഴ്സ് പട്ടം കരസ്ഥമാക്കിയിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഹർന സന്ധു ആണ് കേട്ടോ. 2021 മിസ് യൂണിവേഴ്സ് പട്ടം കരസ്ഥമാക്കിയിട്ടുള്ള ആരാണ്? ഹർന സന്ധു. അപ്പോൾ സന്തൂർ മമ്മി അങ്ങനെയൊക്കെ ഒന്ന് ഓർത്താൽ മതി കേട്ടോ. മിസ് യൂണിവേഴ്സ് ആണ് 2021. 2020 ആരായിരുന്നു? ആൻഡ്രിയ മെസ്സയാണ് അല്ലേ. അടുത്ത് നോക്കാം, വില്ലേജ് ഓഫീസ് മുതൽ കളക്ടറേറ്റ് വരെയുള്ള റവന്യൂ ഓഫീസുകളിലെ ഫയൽ നീക്കം സമ്പൂർണ്ണമാക്കാൻ ഈ ഓഫീസ് സംവിധാനമാക്കിയുള്ള ആദ്യത്തെ ജില്ല ഈ ഓഫീസ് കേട്ടോ. ഏതാണ്? വയനാടാണ്. ഓക്കെ, അപ്പോൾ വയനാട്ടിലെ ആൾക്കാരൊക്കെ കുറവല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ എന്താ പറയുക ഈ ഓഫീസാക്കി ഡിജിറ്റലൈസേഷനും കാര്യങ്ങളൊക്കെ ആക്കി അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തത്, കൂനൂർ ഹെലികോപ്റ്റർ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘത്തിലെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ആണ്. ആരാണ്? മാനവേന്ദ്ര സിംഗ്. അപ്പോൾ കൂനൂർ ഹെലികോപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്നാണ് ഈ അപകടം നടന്നിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ 2021 ഡിസംബർ 8-നാണ് നടന്നിട്ടുള്ളത് കേട്ടോ. ഡിസംബർ 8-നാണ് ഈ ദുരന്തം നടന്നിട്ടുള്ളത്. അപകടത്തിൽപ്പെട്ടിട്ടുള്ള ഹെലികോപ്റ്റർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ MI-17V5 ആണ് കേട്ടോ. MI-17V5 ആണ്. റഷ്യയുടെ ആണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ബിപിൻ റാവത്തിൻ്റെ ഒപ്പം മരിച്ചിട്ടുള്ള ഒരു മലയാളി ഓഫീസറും കൂടി ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് A പ്രദീപാണ്. തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ സ്വദേശിയാണ്. അപ്പോൾ കൊല്ലപ്പെട്ട സംയുക്ത സേനാ മേധാവി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ബിപിൻ റാവത്താണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചേക്കാം. നോക്കാം, രാജ്യത്തെ ആദ്യ ഒമിക്രോൺ മരണം സ്ഥിരീകരിച്ചിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയാണ് കേട്ടോ. അപ്പോൾ ഒമിക്രോൺ മരണം സ്ഥിരീകരിച്ചിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയും ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കർണാടകയാണ്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോരുത് കേട്ടോ, തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. നോക്കാം, പുതുവർഷത്തിൽ ലോസർ ഉത്സവം ആഘോഷിക്കുന്ന എവിടെയാണ്? ലഡാക്കിലാണ് കേട്ടോ. ലോസർ ഉത്സവം ലാ വെച്ചിട്ട് തന്നെ ലഡാക്കിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തിന് കില നൽകിയിട്ടുള്ള ബ്രാൻഡ് നെയിം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സമാധാന നഗരം കേട്ടോ. സമാധാന നഗരം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പോയിന്റ്സും കൂടെ പഠിക്കാനുണ്ട്. തിരുവനന്തപുരമാണ് സമാധാന നഗരം എന്ന് അറിയപ്പെടുന്നത്. തൃശ്ശൂർ ഏത് നഗരമായിട്ട് അറിയുന്നത്? പഠന നഗരമാണ് കേട്ടോ. തൃശ്ശൂർ പഠന നഗരം. കൊല്ലം ചോദിക്കുകയാണെങ്കിൽ ജൈവ വൈവിധ്യ നഗരമാണ് കൊല്ലം. കൊല്ലം ഏതാണ്? ജൈവ വൈവിധ്യ നഗരം. കോഴിക്കോട് സാഹിത്യ നഗരം. കോഴിക്കോട് സാഹിത്യ നഗരം. കൊച്ചി രൂപകൽപ്പനകളുടെ നാട്. രൂപകൽപ്പനകളുടെ നാടാണ് കൊച്ചി.
കണ്ണൂര് നാടൻ കലാ കൗശല നഗരം എന്നുള്ളതും കൂടെ ഓർത്തു വയ്ക്കുക. ഒന്നും കൂടെ പറയാം. സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തിന് കീല നൽകിയിട്ടുള്ള ബ്രാൻഡ് നെയിം ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം സമാധാന നഗരമാണ്. അതേപോലെ തന്നെ തൃശ്ശൂര് പഠന നഗരം, കൊല്ലം ജൈവ വൈവിധ്യ നഗരം, കോഴിക്കോട് സാഹിത്യ നഗരം, കൊച്ചി രൂപകൽപ്പനകളുടെ നാട്, കണ്ണൂര് നാടൻ കലാ കൗശല നഗരം. ഓക്കെ, അടുത്ത പോയിന്റ്, ഒമിക്രോൺ വൈറസ് കണ്ടെത്തുന്നതിനായിട്ട് ഒമിഷ്വർ ടെസ്റ്റിംഗ് കിറ്റ് വികസിപ്പിച്ചത് ആണ് ടാറ്റ മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ ആണ് കേട്ടോ. ടാറ്റ മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. 25ാമത്തെ ദേശീയ യുവജനോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പുതുച്ചേരിയാണ്. ഓക്കെ, പുതുച്ചേരി. അപ്പോൾ നമുക്ക് യുവം എന്നൊക്കെ പറയുമ്പോൾ പുതിയ ആൾക്കാരല്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് പുതുച്ചേരി അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. 25ാമത്തെ ദേശീയ യുവജനോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ പുതുച്ചേരിയാണ് കേട്ടോ. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ UR പ്രദീപ്. ഓക്കെ, നമ്മൾ വെറുതെ ഇംഗ്ലീഷിലൊക്കെ പറയില്ലേ UR പ്രദീപ്, അങ്ങനെയൊക്കെ ജസ്റ്റ് ഓർക്കുക. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ UR പ്രദീപ്. ഇന്ത്യയിൽ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? ഹൈദരാബാദാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓപ്പൺ റോക്ക് മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈദരാബാദാണ്. അപ്പോൾ ഈ റോക്കൊക്കെ ഉണ്ടാവുന്ന ഭയങ്കര ഹൈറ്റിലൊക്കെയല്ല, ഭയങ്കര ഹൈ ആണെന്നൊക്കെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഹൈദരാബാദ് എന്നുള്ളത് ഓർക്കാൻ പറ്റും. ഇന്ത്യയുടെ 73ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഭരത് സുബ്രഹ്മണ്യാണ് കേട്ടോ. ഇന്ത്യയുടെ 73ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഭരത് സുബ്രഹ്മണ്യം എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ 73, ആ 3 നമുക്കിങ്ങനെ പോലെയൊക്കെ ഒന്ന് കണക്ട് ചെയ്തുകൂടെ? അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ. 73ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഭരത് സുബ്രഹ്മണ്യം. അടുത്ത പോയിന്റ് നോക്കാം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? M കൃഷ്ണദാസിനാണ് കേട്ടോ. അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ അവാർഡ് ലഭിച്ചിട്ടുള്ള ആർക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ M കൃഷ്ണദാസ്. അപ്പോൾ നമ്മൾ മുണ്ടൊക്കെ എടുത്തിട്ട് അമ്പലത്തിൽ പോകുന്നത് കൃഷ്ണന്റെ ദാസനായിട്ടൊക്കെ പോകും, അങ്ങനെയൊക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. M കൃഷ്ണദാസ്. അതേപോലെ തന്നെ 79ാമത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള അവാർഡ് ഡ്രാമ വിഭാഗത്തിൽ നേടിയിട്ടുള്ളത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ വിൽ സ്മിത്ത് ആണ്. ഓക്കെ, വിൽ സ്മിത്ത് ആണ്. ഓസ്കർ 2022 മികച്ച നടൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിലും അതിൻ്റെ ആൻസർ വിൽ സ്മിത്ത് ആണ്. 2022 ജാനുവരിയിൽ കൽപ്പന ചാവള സ്പേസ് സയൻസ് റിസർച്ച് സെന്റർ ആരംഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ സർവകലാശാല ഏതാ? ചണ്ഡീഗഡ് സർവകലാശാല. ഇമ്പോർട്ടൻ്റ് ആണ്. 2022 ജാനുവരിയിൽ കൽപ്പന ചാവള സ്പേസ് സയൻസ് റിസർച്ച് സെന്റർ ആരംഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ സർവകലാശാല ചോദിക്കുകയാണെങ്കിൽ ചണ്ഡീഗഡ് സർവകലാശാലയാണ്. ജസ്റ്റ് ആലോചിച്ചോ, നമ്മൾ ഈ സ്പേസിലൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തൊക്കെ നടക്കില്ലേ, ഇങ്ങനെ ചാടിയൊക്കെ നടക്കുന്ന ആലോചിക്കാം. അപ്പോൾ അങ്ങനെ ചണ്ഡീഗഡ് അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. സമ്പൂർണ്ണമായിട്ട് ഡിജിറ്റൽവൽക്കരണം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ഈ സമൃദ്ധ കേട്ടോ. ഏതാണ്? ഈ സമൃദ്ധ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത പോയിന്റ് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള 14ാമത്തെ ബഷീർ അവാർഡ് 2021 ലഭിച്ചിട്ടുള്ള ആർക്കാണ്? K സച്ചിദാനന്ദനാണ് കേട്ടോ. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള 14ാമത്തെ ബഷീർ അവാർഡ് 2021 ജേതാവാരാണ്? K സച്ചിദാനന്ദൻ. ഹെൻലി പാസ്പോർട്ട് സൂചിക 2022 ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 83 ആണ് കേട്ടോ. 2022 83ാമത്തെ റാങ്ക് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ. അതേസമയം 2021 എത്രയായിരുന്നു? നമ്മൾ പറഞ്ഞിരുന്നാണല്ലോ 90 ആയിരുന്നു അല്ലേ. അപ്പോൾ 90 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോകും, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിരുന്നു. ആദ്യം വന്നുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ജപ്പാനാണ്. അപ്പോൾ പാസ്പോർട്ടും പാൻ കാർഡും ആയിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്തിരുന്നതാണ്. ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ചോദ്യം, സ്ത്രീധന വിരുദ്ധ പോരാട്ടത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. സ്ത്രീധന വിരുദ്ധ പോരാട്ടത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ടൊവിനോ തോമസ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു നോ സ്ത്രീധനം അല്ലെ, നോ സ്ത്രീധനം. ടൊവിനോ തോമസ് ആണ്. അതേസമയം വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പോയിന്റ്സും കൂടി ഉണ്ടല്ലോ. ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാലാണ്. പിന്നെ അതേപോലെ തന്നെ സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മമ്മൂട്ടിയാണ്. മോഹൻലാലിൻ്റെ തന്നെ നമ്മുടെ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ ചോദിക്കുകയാണെങ്കിലും അത് മോഹൻലാലാണ് അല്ലേ. അടുത്ത പോയിന്റ് നോക്കാം. 2021 സംസ്ഥാന സർക്കാരിന്റെ കളരിപ്പയറ്റ് അക്കാദമി നിലവിൽ വന്നിട്ടുള്ള എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ് തിരുവനന്തപുരം. അപ്പോൾ കളരിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറേ വെള്ളം കുടിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ് തിരുവനന്തപുരം. അടുത്ത ചോദ്യം നോക്കാം. തെരുവിളക്കുകൾ പൂർണ്ണമായിട്ട് LED ആക്കി മാറ്റാനുള്ള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? നിലാവാണ്. അപ്പോൾ നമ്മൾ എന്തോ ഫിലമെന്റ് രഹിത കേരളം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? വീട്ടിലെ ഫിലമെന്റ് ബൾബ് LED ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അല്ല ഫിലമെന്റ് രഹിത കേരളം. അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ.
അടുത്ത ചോദ്യം, കൃഷി സഞ്ജീവനി വാൻ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാ? കർണാടകയാണ് അല്ലെ. കൃഷി സഞ്ജീവനി വാൻ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കർണാടക. അപ്പോൾ സഞ്ജീവനി വാൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാറുമായിട്ടൊക്കെ കണക്ട് ചെയ്യാം. കർണാടക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജയിൽ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് ഏർവാഡ ജയിലാണ്, പൂനെയാണ് കേട്ടോ. അപ്പോൾ ജയിലിലൊക്കെ ടൂറിസത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഏറ് കിട്ടുമെന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജയിൽ ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏർവാഡ ജയിൽ, പൂനെ. എങ്ങനെയെങ്കിലൊക്കെ എക്സാമിന് ഓർക്കാൻ വേണ്ടിയിട്ടാട്ടോ കോഡ് പറയുന്നത്. അടുത്തത് 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ ഏറ്റവും മികച്ച നിശ്ചല ദൃശ്യമുള്ള അവാർഡ് നേടിയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് കേട്ടോ. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ ഏറ്റവും മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള അവാർഡ് നേടിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഉത്തർപ്രദേശാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ പുറത്തിറക്കിയിട്ടുള്ള നഗരം. ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ പുറത്തിറക്കിയിട്ടുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ ഡൽഹിയാണ്. അതേസമയം ഡ്രൈവർലെസ് മെട്രോ കാറാണെങ്കിൽ എവിടെയാ? ബാംഗ്ലൂരാണ്. മാറിപ്പോരുതേ. ആദ്യമായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ പേപ്പർലെസ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. ആദ്യമായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ പേപ്പർലെസ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ആരാണ്? നിർമ്മല സീതാരാമൻ. അടുത്ത പോയിന്റ് നോക്കാം. ദരിദ്രർ ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ല ചോദിക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയാണ്. ദരിദ്രർ ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ല ചോദിക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയാണ്. അപ്പോൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൂടെ ഉണ്ട്, ശ്രദ്ധിക്കണേ. രാജ്യത്ത് ആദ്യമായിട്ട് ജനപങ്കാളിത്തത്തോടെ അതിദാരിദ്ര്യ സർവേ നടത്തിയിട്ടുള്ള സംസ്ഥാനം അത് ചോദിക്കുകയാണെങ്കിൽ കേരളമാണ് കേട്ടോ. രാജ്യത്ത് ആദ്യമായിട്ട് ജനപങ്കാളിത്തത്തോടെ അതിദാരിദ്ര്യ സർവേ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ് ചോദിക്കുകയാണെങ്കിൽ, സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കേരളമാണ്. അതേസമയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിദാരിദ്ര്യരുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിദാരിദ്ര്യരുള്ള ജില്ല മലപ്പുറം. കേരളത്തിലെ ഏറ്റവും കുറവ് അതിദാരിദ്ര്യരുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ കോട്ടയമാണ്. സംസ്ഥാനത്ത് ആദ്യ ദാരിദ്ര്യ സർവേ പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യത്തെ ജില്ല ചോദിക്കുകയാണെങ്കിലും കോട്ടയം. സംസ്ഥാനത്ത് ആദ്യ ദാരിദ്ര്യ സർവേ പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യത്തെ ജില്ല ചോദിക്കുകയാണെങ്കിൽ കോട്ടയം. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിദാരിദ്ര്യരുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ മലപ്പുറമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ 100% വാക്സിനേഷൻ നടപ്പിലാക്കിയിട്ടുള്ള ഗോത്ര പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? നൂൽപ്പുഴ. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു പോർഷൻ ആയിരുന്നു. കേരളത്തിൽ 100% വാക്സിനേഷൻ നടപ്പിലാക്കിയിട്ടുള്ള ഗോത്ര പഞ്ചായത്താണ് നൂൽപ്പുഴ. നമ്മൾ പറഞ്ഞു വാക്സിനേഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ നൂല് പോലെയല്ലേ ചീറ്റി വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, നൂൽപ്പുഴയാണ് കേട്ടോ. അതുപോലെ തന്നെ 100% വാക്സിനേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ചോദിക്കുകയാണെങ്കിൽ, ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഹിമാചൽ പ്രദേശ്. അതുപോലെ തന്നെ കേരളത്തിലെ 100% വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ചോദിക്കുകയാണെങ്കിൽ എറണാകുളം ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കണേ. അടുത്ത പോയിന്റ്, സൗരയൂഥത്തിൽ നിന്നും വളരെ അകലെയുള്ള നക്ഷത്ര സമൂഹത്തിൽ കണ്ടെത്തിയിട്ടുള്ള വ്യാഴത്തിന്റെ സമാനമായിട്ടുള്ള പുതിയ ഗ്രഹത്തിന് നൽകിയിട്ടുള്ള പേര്. വ്യാഴത്തിന് സമാനമായിട്ടുള്ള പുതിയ ഗ്രഹത്തിന് നൽകിയിട്ടുള്ള പേരാണ് ടോയ് 2180b. അപ്പോൾ ഒരു ടോയ് പോലെ ആലോചിക്കുക. നമ്മുടെ വ്യാഴത്തിന് സമാനമായിട്ടുള്ള ഒരു ഗ്രഹത്തിന് നൽകിയിട്ടുള്ള പേരാണ് ടോയ് 2180b. പ്രളയം, കനത്ത മഴ എന്നിവ മറികടക്കാനായിട്ട് പുറത്തിറക്കിയിട്ടുള്ള അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്ത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അക്ഷയാണ്. ഏതാണ്? അക്ഷയ. അടുത്ത പോയിന്റ് നോക്കാം. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഏഷ്യയിലെ ആദ്യത്തെ ഉത്സവം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദുർഗാപൂജയാണ്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഏഷ്യയിലെ ആദ്യത്തെ ഉത്സവം ഏതാണ്? ദുർഗാപൂജ. യുനെസ്കോ ദുർഗാപൂജ. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ വാങ്ങാൻ ഇന്ത്യയുമായിട്ട് കരാറിൽ ഒപ്പിട്ട രാജ്യം ഏതാ? ഫിലിപ്പൈൻസ് ആണ്. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ വാങ്ങാൻ ഇന്ത്യയുമായി കരാറിൽ ഒപ്പിട്ട രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഫിലിപ്പൈൻസ് ആണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോ. ഫിലിപ്പൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പയ്യൻസിനൊക്കെ ആലോചിക്കാം അല്ലേ. ഈ പയ്യന്മാർക്കൊക്കെ പലതിനോടും ബ്രഹ്മം ഉണ്ടാവും. അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ബ്രഹ്മോസ്. ഓക്കെ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാൻ ആരാ? രഞ്ജിത്താണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും ആദ്യം ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ച എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എറണാകുളമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയായിരുന്നു? മഹാരാഷ്ട്രയിലായിരുന്നു. അതേസമയം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കർണാടകയിലാണ്. കേരളത്തിൽ ഏറ്റവും ആദ്യം ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ച എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എറണാകുളത്താണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ 10ാമത്തെ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ എസ് സോമനാഥ് ആണ്. അല്ല, ISROയുടെ 10ാമത്തെ ചെയർമാൻ ആരാണ്? എസ് സോമനാഥ് ആണ്. 5ാമത്തെ മലയാളി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എസ് സോമനാഥ് ആണ്. അടുത്ത പോയിന്റ്, രാജ്യത്ത് ആദ്യമായിട്ട് കടലാസ് രഹിത കോടതിയായിട്ട് മാറിയിട്ടുള്ളത് കേരള ഹൈക്കോടതി. രാജ്യത്ത് ആദ്യമായിട്ട് കടലാസ് രഹിത കോടതിയായിട്ട് മാറിയിട്ടുള്ളത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ കേരള ഹൈക്കോടതി. 2022 മുഴുവൻ ഓഫീസുകളും കടലാസ് രഹിതമാക്കുന്നതിനായിട്ട് നിലവിൽ വന്നിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഈ ഓഫീസാണ് കേട്ടോ. അപ്പോൾ ഓഫീസ് മുഴുവനും കടലാസ് രഹിതമായി അല്ലേ. അപ്പോൾ ഈ ഓഫീസാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ ഫുഡ് മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തഞ്ചാവൂരാണ്. ഒരു തഞ്ചത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക്
ഫുഡൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ ഫുഡ് മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തഞ്ചാവൂരാണ്. അടുത്ത പോയിന്റ്, ഏത് സംസ്ഥാനത്താണ് 1% റിസർവേഷൻ സർക്കാർ ജോലികളിൽ ട്രാൻസ്ജെൻഡറിന് അനുവദിച്ചിട്ടുള്ളത്? കർണാടകയിലാണ്. ഈ സംസ്ഥാനത്താണ് 1% റിസർവേഷൻ സർക്കാർ ജോലികളിൽ ട്രാൻസ്ജെൻഡേഴ്സിന് അനുവദിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ കർണാടക. അടുത്ത പോയിന്റ്, 2022 ജാനുവരി 26 രാജ്യം എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ 73-ാമത്തെയാണ് കേട്ടോ. റിപ്പബ്ലിക് ദിനമാണ് 73. ടെസ്ലയുടെ സുപ്രധാന പദ്ധതിയായിട്ടുള്ള ഓട്ടോ പൈലറ്റ് സംവിധാനം സജ്ജമാക്കുന്ന ടീമിനെ നയിക്കുന്ന ഇന്ത്യക്കാരൻ ആരാ? അശോക് എള്ളുസ്വാമിയാണ്. അപ്പോൾ ഓട്ടോ പൈലറ്റ് സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് പോകും അല്ലേ? ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ അങ്ങനെ പോകുന്നതുകൊണ്ട് കുറേ ആക്സിഡൻസും കാര്യങ്ങളൊക്കെ വരും. ആക്സിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് എള്ളുസ്വാമി അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ആകെ ശോകമാണ്, അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ടെസ്ലയുടെ സുപ്രധാന പദ്ധതിയായിട്ടുള്ള ഓട്ടോ പൈലറ്റ് സംവിധാനം സജ്ജമാക്കുന്ന ടീമിനെ നയിക്കുന്ന ഇന്ത്യക്കാരനാരാണ്? അശോക് എള്ളുസ്വാമി. 2021 ഓടക്കുഴൽ പുരസ്കാരം നേടിയിട്ടുള്ളത് സാറാ ജോസഫാണ്. സാറിൻ്റെ കയ്യിലൊരു കുഴലുണ്ട്, അങ്ങനെയൊക്കെ ഒന്ന് ഓർക്കാൻ പറഞ്ഞിരുന്നു. നോവൽ ചോദിക്കുകയാണെങ്കിൽ ബുധിനി. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. കോഡൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ, മിസ് ചെയ്യരുത്. അടുത്ത 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള ഹൃദയരാഗങ്ങൾ എന്ന കൃതി എഴുതിയതാരാണ്? ജോർജ് ഓണക്കൂറാണ്. ഹൃദയരാഗങ്ങൾ എന്ന കൃതി എഴുതിയിട്ടുള്ളത് ജോർജ് ഓണക്കൂറാണ് കേട്ടോ. അപ്പോൾ ഓണത്തിനൊക്കെ നമ്മൾ പലതരത്തിലുള്ള ഹൃദയത്തിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടുകളും രാഗങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ഹൃദയരാഗങ്ങൾ എന്ന കൃതി എഴുതിയിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജോർജ് ഓണക്കൂർ. 57-ാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിട്ടുള്ള ദാമോദർ മൗസോ ഏത് ഭാഷയിലാണ് രചനകൾ നടത്തിയിരുന്നത്? ഏത് ഭാഷയാ? കൊങ്കണി ഭാഷയിലാണ് കേട്ടോ ദാമോദർ മൗസോ. അപ്പോൾ ഇതിൻ്റെ കോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെന്താ പറഞ്ഞിരുന്നത്? മൗസ് പീഠത്തിൽ നിന്ന് നെൽമണിയൊക്കെ അകത്താക്കി. അതൊക്കെ ഇതിൻ്റെ കോഡായിട്ടൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. 57-ാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിട്ടുള്ള ദാമോദർ മൗസോ ഏത് ഭാഷയിലാണ് രചനകൾ നടത്തിയിരുന്നത്? കൊങ്കണി ഭാഷയിലാണ്. അടുത്ത ചോദ്യം, മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പുകുട്ടനാണ്. മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പുകുട്ടനാണ്. 2022 ഹരിവരാസന പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആലപ്പി രംഗനാഥ്. 2022 ഹരിവരാസന പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി ആലപ്പി രംഗനാഥ്. 2021 ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. ഞാൻ പഠിപ്പിച്ചെന്നുള്ളതാണ് ഫുഡ് സെക്യൂരിറ്റി. ഫുഡൊക്കെ നമ്മളിങ്ങനെ ടേബിൾ, ഇത് നമ്മുടെ ടേബിളാണ്, ഇവിടെയൊക്കെ ഫുഡ് വെച്ചേക്കാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ 7-1 അങ്ങനെ 71 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത പോയിന്റ് നോക്കാം, ബഹിരാകാശത്ത് ആദ്യമായിട്ട് സിനിമ ചിത്രീകരിച്ച ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റഷ്യയാണ്. ബഹിരാകാശത്ത് ആദ്യമായിട്ട് സിനിമ ചിത്രീകരിച്ച ഏത് രാജ്യത്ത് നിന്നുള്ളതാണ്? റഷ്യയാണ്. അപ്പോൾ ബഹിരാകാശത്ത് സിനിമയൊക്കെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും, അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. റഷ്യ. 14-ാമത്തെ വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തി 14-ാമത്തെ വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തി ആരാണ്? സച്ചിദാനന്ദൻ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ 14-ാമത്തെയാണ്. സച്ചിദാനന്ദൻ. വൈകിയാണെങ്കിലും, വൈക്കം എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത് വൈകിയാണെങ്കിലും നമുക്ക് ആനന്ദം വരും, നമ്മുടെ റിസൾട്ടൊക്കെ വന്നിട്ട് നമുക്ക് സന്തോഷം വരും, ആനന്ദം വരും, അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ ദുഃഖം എന്ന വീട് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആനന്ദമുണ്ട്, ദുഃഖമുണ്ട്, അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അടുത്ത പോയിന്റ്, ന്യൂഡൽഹി ഇന്ത്യ ഗേറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത ഹോളോഗ്രാം പ്രതിമ ആരുടേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് കേട്ടോ. ഇന്ത്യ ഗേറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തിട്ടുള്ള ഹോളോഗ്രാം പ്രതിമ ആരുടേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്കും കൂടെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ കൂടെ ചെയ്യാം. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത വീഡിയോസിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷനിൽ ഓൾ കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്.